ആര്യന് സീക്രട്ട് ടാസ്ക് കൊടുത്തു, കളിയും തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് അതിനകത്ത് വരാൻ പോകുന്ന ട്വിസ്റ്റ്? അതോടൊപ്പം തന്നെ ഡെയിലി ടാസ്ക് കൊടുത്തു, ഡെയിലി ടാസ്ക് കഴിഞ്ഞു. അത്യാവശ്യം ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു ടാസ്ക് തന്നെയാണത്. പിന്നെ വീടിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് പറയാനില്ല. സാധാരണ 50, 60, 65 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ടഫ് സാധനങ്ങൾ അല്ലെങ്കിൽ വീട്ടുകാർ തല പുകഞ്ഞാരെ ആർക്കെതിരെ വെട്ടാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീടിനകത്ത് എല്ലാവരും കുളങ്കര കളിക്കുന്നു, പക്ഷി പറവറായി, കാക്ക പറവറായി, പൂച്ച പറവറായി, ഇത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ? ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 3:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. അപ്പോൾ നമ്മുടെ ആര്യനെ കുറച്ച് കഴിഞ്ഞ് ബിഗ് ബോസ് ഫോണിൽ വിളിക്കുന്നുണ്ട്. ആര്യൻ നൈസായിട്ട് ബുദ്ധിയോടുകൂടി എന്ത് ചെയ്യുന്നു, തുണി പോയി ബാത്റൂമിൽ നിന്ന് എടുത്ത് തുണി കഴുകാനെന്നുള്ള ലെവലിൽ തുണി കഴുകി വെയിലത്ത് വിരിക്കാനെന്നുള്ള രീതിയിൽ വെയിലായതുകൊണ്ട് കുട എടുത്ത് മറച്ചിങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫോൺ വിളിക്കുമ്പോൾ കാണത്തില്ലല്ലോ. അങ്ങനെ ആര്യൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, തുണി വിരിക്കുകയാണ്. അപ്പോൾ ആർക്കും കാണാൻ വയ്യ. അങ്ങനെ ബിഗ് ബോസിനെ ചോദിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, ആക്ടിവിറ്റി ഏരിയയ്ക്കകത്ത് ഞാനൊരു ഫുഡ് വെച്ചിട്ടുണ്ട്, അത് എടുത്തുകൊണ്ട് പുറത്ത് കൊണ്ടുവച്ച് വേറെ എവിടെയെങ്കിലും വെച്ച് കഴിക്കണം. ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് കഴിക്കാൻ പറ്റത്തില്ല, പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുവച്ച് കഴിക്കണം. ആക്ടിവിറ്റിയുടെ ഡോർ തുറന്നിട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ആര്യൻ നൈസായിട്ട് പോയി ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ അകത്ത് പോകുമ്പോൾ വീട്ടുകാർ കുളങ്കര കളിക്കുകയാണ്. വാടാ, ഇല്ല ഞാൻ വരണില്ല. നേരെ ആര്യന് ബുദ്ധി പ്രയോഗിച്ച് കളിക്കുന്നുണ്ട്. കാരണം ആര്യൻ ഒരു ഓറഞ്ച് കൂടെ എടുത്തുകൊണ്ട് പോകുന്നു, ഒരു ഓറഞ്ചും കൊണ്ടുപോകുന്നു. ഈ ബർഗർ എന്തോ ആണ്, എനിക്ക് ഈ പറഞ്ഞ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒന്നും പേരുകൾ അറിയത്തില്ല. ഞാൻ പൊതുവേ നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് ഫാസ്റ്റ് ഫുഡിൻ്റെ പേര് അറിയത്തില്ല. ബർഗറോ പിസയോ എന്തോ ആണ്. അങ്ങനെ ആര്യൻ ഇതുകൊണ്ട് നേരെ ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് ആരെങ്കിലും വരുവാണ് കഴിക്കുന്നതാണെന്ന് പുറത്തുനിന്ന് ആരെങ്കിലും കണ്ടാൽ അറിയാൻ പറ്റും. ആരും കണ്ടിട്ടില്ല, പക്ഷെ അഥവാ ചോദിക്കുകയാണെങ്കിൽ ഓറഞ്ച് കാണിക്കാമല്ലോ, ഓറഞ്ചാണ് കഴിച്ചതെന്ന് പറയാമെന്ന് വേണ്ടിയിട്ട് ആ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഒടിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ബർഗറോ പിസോ എന്തോ കഴിക്കുന്നുണ്ട്. ബിഗ് ബോസ് കൊടുത്തു വിടുന്ന സാധനം ആ പറയുന്ന ടാസ്ക് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആര്യൻ്റെ ഒരു ഹുഡി എടുത്തിടുന്നു. ഹുഡി ആകുമ്പോൾ തല എന്ത് ചെയ്യും, ഇങ്ങനെ കവർ ചെയ്തിരിക്കും. അപ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞാലും അറിയാൻ പറ്റത്തില്ല. അതെന്തായാലും കൊള്ളാം, ആര്യ കൊള്ളാം. പിന്നീട് അതിനുശേഷം ഇവർ വീട്ടുകാർ കുളങ്കര കളിക്കുന്നു, കളർ പറയുന്നു, കളറിൽ തൊട്ട് കളിക്കുന്നു. ഒരു ഏഷണി പരദൂഷണവും പോലും ആർക്കും പറയാൻ വയ്യ. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമകരമായ കാര്യമാണ്. ഇവർക്ക് ആർക്കെതിരെയും പ്ലാൻ ചെയ്യാൻ വയ്യ, ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാതെ ചുമ്മാ ഇരിക്കുവാണ്. ബിഗ് ബോസ് അടുത്ത് ഡെയിലി ടാസ്ക് ഇവർക്ക് കൊടുക്കുകയാണ്, പെൻസിൽ വട്ടം. വേറെ ഒന്നുമല്ല ഈ ടാസ്ക്. നമ്മൾ എന്ത് ചെയ്യണം, പെൻസിൽ ഇപ്പം 5 പേരുള്ള 2 ഗ്രൂപ്പുകളായിട്ട് തിരിയണം. ബാക്കി വരുന്ന ഒരാൾ ജഡ്ജായിട്ട് മാറണം. 5 പേരെ ഉള്ള ഒരു ടീം എന്ത് ചെയ്യണം, അവർ വട്ടമായിട്ട് നിൽക്കണം. വട്ടമായിട്ട് നിന്നിട്ട് ഇപ്പം ഇങ്ങനെ ഒരാളുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒരാളുടെ ഒരൊറ്റ വിരലുകൊണ്ട് ഒരു പെൻസിലിൽ തൊടണം. അപ്പം ഇങ്ങനെ എൻ്റെ വലത്തെ കൈയും ഈ കൈയാണ്, അപ്പുറത്തെ ആളുടെ ഇടത്തെ കൈയും കൂടി ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് അതുപോലെ തന്നെ 5 പേരുടെ, അതായത് നമ്മുടെ 2 കയ്യിൽ, ഈ കയ്യിലും ഇങ്ങനെ പെൻസിലായിരിക്കും, ഈ കയ്യിലും പെൻസിലായിരിക്കും. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് ടു എൻഡ് ആക്ടിവിറ്റി ഏരിയയുടെ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് ഇതുപോലെ തന്നെ പെൻസിൽ വീഴാതെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് 2 കയ്യിലും ഹോൾഡ് ചെയ്ത് 5 പേരും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ചുറ്റി വെച്ചുകൊണ്ട് കൊണ്ടുപോയി ഓപ്പോസിറ്റ് ഇടണം. മാക്സിമം കളക്ട് ചെയ്യുന്ന ആൾ ജയിക്കും. അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സമ്മാനം ഉണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പകുതി വഴിക്ക് പെൻസിൽ വീണ് കഴിഞ്ഞാൽ എന്താണ് ഒന്നേന്ന് ചെയ്യണമെന്ന് പറയാണ്. ഇതിനകത്ത് ടീമായിട്ട് തിരിയുന്നത് അക്ബർ, സാബുമാൻ, നെവിന്, ലക്ഷ്മി, ബിന്നി ഒരു ടീം. അടുത്ത് ഷാനവാസ്, ആര്യൻ, അനീഷ്, ആദില, നൂറ മറ്റൊരു ടീം. അനീഷ് വിധികർത്താവ്. ഈ ടാസ്ക് സൂപ്പറായിട്ട് ചെയ്യുന്നത് അക്ബറിന്റെ ടീമാണ്. അക്ബർ ആയാലും സാബുമാൻ ആയാലും നെവിൻ ആയാലും ലക്ഷ്മി ആയാലും ബിന്നി ആയാലും നല്ലൊരു കോർഡിനേഷൻ അവർക്കുണ്ട്. മറ്റവർക്ക് പാതി വഴി വെച്ച് വീണ് പോകുന്നു. അവർ കള്ളത്തരം കാണിക്കുന്നിടയ്ക്ക് വെച്ച് 2 കൈയൊക്കെ വെച്ച് പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ കൂടി ഇന്നലെ രാത്രി വന്ന പ്രൊമോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഷാനവാസും ആദിലയും കൂടെ നല്ല കലിപ്പിൽ നിൽക്കുന്നത്. അപ്പം ഈ ടാസ്ക് കുറേ സമയം അക്ബറിന്റെ ടീമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിക്ക് അവർ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു തവണ പോലും തറയിൽ വീഴാത്ത ലെവലിലൊക്കെ ചെയ്യുന്നുണ്ട്. തറയിൽ വീഴുമ്പോൾ അവർ ജഡ്ജായിട്ട് അനീഷ് പറഞ്ഞു കൊടുക്കും, അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അനീഷ് ആസ് എ ജഡ്ജ് സൂപ്പർ ആയിരുന്നു, നല്ല രീതിക്ക് ജഡ്ജ് ചെയ്തു. അതുപോലെ തന്നെ തെറ്റുകൾ കണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തു. 2 ടീമിനെ ഒരുപോലെ തന്നെയാണ് അനീഷ് ട്രീറ്റ് ചെയ്തത്. ഒരിക്കലും അവിടെ പാർഷ്യാലിറ്റി കാണിച്ചെന്നോ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. 2 ടീമിനെ അനീഷ് ഒരുപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. ദെൻ ആ ടാസ്കിനകത്ത് കുറേ റൗണ്ടുകൾ ഈ പറഞ്ഞ പോലെ ഷാനവാസിന്റെ ടീം തോക്കുകയുണ്ടായി. അങ്ങനെ തോറ്റ് അവസാനം ആദിലയുടെ കയ്യിൽ നിന്നെന്തോ വീഴുമ്പോഴത്തേക്കും ഷാനവാസ് ആദില അടിക്കുക എന്തോ ചെയ്യുന്നു. നമ്മളത് കാണിക്കുന്നുണ്ടോ എന്തോ. ആദില കലിപ്പടിച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കുന്നുണ്ട് ഒരെണ്ണം പൊട്ടിക്കാനായിട്ട്. പിന്നീട് അതങ്ങ് സോൾവ് ആയി പോകുന്നു. എന്നിട്ട് ഇവർക്കൊക്കെ കൊടുക്കുന്ന ജയിക്കുന്ന ടീം അക്ബറിന്റെ ടീമാണ് ഏറ്റവും കൂടുതൽ ഇത് കളക്ട് ചെയ്യുന്നത്. അവർക്ക് കൊടുക്കുന്നത് എന്തോ എനിക്കൊന്ന് ബോംബെ മുട്ടായിയോ അങ്ങനെ എന്തോ ആണ് കൊടുക്കുന്നത്. പിന്നെ അവർക്ക് ഈ ആഹാരമൊക്കെ കിട്ടാതെ കിടക്കുമ്പോൾ ഇതൊക്കെ വലിയൊരു കാര്യമാണ്. ഇതാണ് അവിടെ 3:30 വരെ നടന്നിട്ടുള്ള സംഭവം. വേറെ ഏതോ ഇല്ല, ഒന്നുമേ ഇല്ല. ഇനിയിപ്പോൾ ആര്യൻ്റെ ടാസ്കിനകത്ത് കുറച്ച് ട്വിസ്റ്റുകൾ എന്തെങ്കിലും വന്നാലുണ്ട് കാണാനായിട്ടുള്ള സംഭവങ്ങൾ. ഇനി ലൈവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ അപ്ഡേറ്റുമായിട്ട് വരത്തുള്ളൂ. ഇവർ ചുമ്മാ ഇരുന്ന് കളി തമാശയും പറയുന്നത് നമ്മൾ എന്തിനാണ് ലൈവ് അപ്ഡേറ്റ് ആക്കി ഇടുന്നത്? കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്.
എന്താ പറയാ, അയ്യോ എന്തൊക്കെ ഗബ്രി ഔട്ടായി കഴിഞ്ഞിട്ടുള്ള വീക്കെൻഡ് ആയിരുന്നു. എന്തോ രസമായിരുന്നു അത് കാണാനായിട്ട്. ജാസ്മിന്റെ വിഷമിച്ചിരിക്കുന്നതും വീണ്ടും സ്ട്രോങ് ആവുന്നതും ജിൻഡോ എടുത്തിട്ട് തട്ടുന്നതും നീ ഗബ്രിയെ വെച്ച് കുറെ കളിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നതും ഒക്കെ നല്ല രസമായിരുന്നു. പക്ഷെ ഇത്തവണ നമുക്ക് 60-65 ദിവസമൊക്കെ ഒന്നും ഇല്ലാതായി പോയി. എന്തോ ഇവർക്ക് ആർക്കും ഒരു മത്സര ബുദ്ധി എന്ന് പറയുന്ന സാധനം വരുന്നില്ല. ടാസ്ക് കൊടുക്കുന്നു, കളിക്കുന്നു, കളയുന്നു, വേറെ ഒന്നും ഇല്ല. എന്തായാലും അടുത്ത ലൈവ് അപ്ഡേറ്റ് വിശേഷമൊക്കെ ആയിട്ട് വരാം. അപ്പൊ അതുവരേക്കും ബൈ.